ഒരു വൈകുന്നേരം നാഗൂർ കാട്ടില് വളരെയധികം മഴ പെയ്യാൻ ആരംഭിച്ചു. കാട്ടിൽ എവിടെയും ഇടിയും മിന്നലുമായിരുന്നു. ആ കാട്ടില് ഒരു മരത്തില് ഒരു ഒട്ടഞ്ഞു പോയ വീടുണ്ടായിരുന്നു. ആ വീടിനകത്ത് ഒരു കാക്കയുടെ കുടുംബം വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. അമ്മേ അമ്മേ, എനിക്ക് വളരെ പേടി തോന്നുന്നു. നമ്മുടെ വീട് പൊളിഞ്ഞു വീഴുമെന്തോ പേടിയാവുന്നു. കാലു, നിങ്ങളോട് എത്ര പ്രാവശ്യം ഈ മേൽക്കൂര ശരിയാക്കാൻ പറഞ്ഞു? എത്ര ദിവസമായി ഇത് പറയുന്നത്? ഇപ്പൊ നോക്ക്, നമ്മുടെ വീടിനകത്ത് മുഴുവനും വെള്ളയാ. അതിനെ പറ്റിയൊന്നും നീ ഇപ്പൊ എന്നോട് പറയേണ്ടത്. എനിക്കിപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാണ്. നിങ്ങളെപ്പോഴുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മഴക്കാലം വരുന്നതിന് മുമ്പേ എല്ലാ പ്രാവുകളും കിളികളും അവർക്ക് പുതിയ വീട് കെട്ടി. എന്നാലോ നമ്മുടെ വീട്ടിൽ മാത്രം ഇവിടെ ഈ കാട്ടിൽ ഒരു പൊളിഞ്ഞ. റാണി, നിന്നോട് ഞാൻ വീണ്ടും വീണ്ടും പറയാണേ, ഈ വീടിനെ പറ്റി ഒന്നും പറയണ്ട. നീ മിണ്ടാതെ കിടന്നുറങ്ങ്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിലിരിക്കില്ല. ഇവിടെ വന്നാല് എനിക്കും എന്റെ കുഞ്ഞിനും ജീവൻ ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ മീൻകുരുവിന്റെ വീട്ടിൽ പോവാം. പൊയ്ക്കോ, നീ എവിടെ പോയാലും നിന്നെ ഞാൻ തേടി വരില്ല. നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. കാലുകാക്ക ഇങ്ങനെ പറഞ്ഞതും റാണിക്കാക്ക തന്റെ കുഞ്ഞിനെയും കൂട്ടി മീനുക്കുരുവിയുടെ വീട് നോക്കി പറന്നു പോയി. ആ സമയത്ത് മീനുക്കുരുവിയും തന്റെ കുഞ്ഞിന്റെ കൂടെ തന്റെ വീട്ടില് ഉറങ്ങാൻ വേണ്ടി കയറുകയായിരുന്നു. ഈ സമയത്ത് ആരാ വാതിലിൽ മുട്ടുന്നത്? അമ്മേ, ചിലപ്പോൾ അത് പാവം പിടിച്ച കിളികളായിരിക്കും. മഴ നനയാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കാൻ വേണ്ടി നമ്മുടെ കടകൾക്ക് കട വയ്ക്കുമെന്ന് വിചാരിക്കുന്നു. ശരി സാറാ, വീട് ഞാൻ ആരാണെന്ന് നോക്കി വരാം. അതും പറഞ്ഞ് മീനുക്കുരുവി എന്റെ വീടിന്റെ കടകൾ തുറന്ന് പുറത്തു വന്നു. നീ വേണം എന്നെ എന്റെ കുഞ്ഞു രക്ഷിക്കാൻ വേണ്ടിട്ട്. എന്റെ വീടിന്റെ മേൽക്കൂര വളരെ മോശമായി പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ വീടിനകം മുഴുവൻ വെള്ളമാണ്. എനിക്ക് എന്റെ വീട്ടിലിരിക്കാൻ പേടിയാവുന്നുണ്ട്. റാണി ചേച്ചി, നിങ്ങൾ വിഷമിക്കാതിരിക്കേ, ആദ്യം വീടിനകത്തേക്ക് കയറി വാ. അതും പറഞ്ഞ് മീനുക്കുരുവി അവർ രണ്ടുപേരും തന്റെ വീടിനകത്തേക്ക് കയറിയെത്തി. ഹാവു, മീനുക്കുരുവി, നിങ്ങളുടെ വീടിനകത്ത് നല്ലൊരു ഭദ്രതയുണ്ട്. ഇങ്ങനൊരു വീട് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? റാണി ചേച്ചി, വളരെ വൈകിയില്ലേ, നിങ്ങൾ ഇപ്പോൾ ഉറങ്ങ്. നാളെ രാവിലെ നമ്മൾ എല്ലാം സംസാരിക്കാം. അതും പറഞ്ഞ് രണ്ട് പറവകളും കിടന്ന് ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. റാണി ചേച്ചി, നിങ്ങൾ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഒരു വീട് കെട്ടണം. കാലം അങ്ങനെ ഒരു മണ്ടൻ തന്നെ, അയാൾ ഒരിക്കലും വീട് കെട്ടുകയില്ല. നീ പറയുന്നതൊക്കെ വളരെ ശരിയാണ് മീനുകുരുവി, പക്ഷെ എനിക്കൊരു വീട് കെട്ടാൻ അറിയില്ല. റാണി ചേച്ചി, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഉറപ്പായും നിനക്കൊരു വീട് കെട്ടിത്തരാം. അമ്മേ, വീട് കെട്ടണമെങ്കിൽ ഉറപ്പായും കുറെ മരക്കട്ടകൾ വേണ്ടേ? ഞാൻ ആ മരക്കട്ടകളൊക്കെ വെട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കൊടാലെടുത്തു തരാം. ശരി സാറാ, നീ എന്നാൽ എനിക്ക് മരക്കെട്ടാണ് കൊടാലി കൊണ്ടുപോവാ. അങ്ങനെ മീനുക്കുരുവും റാണിക്കാക്കയും കോടാലിയും എടുത്ത് മരത്തെ തേടി പറന്നുപോയി. കുറെ ദൂരങ്ങൾ പോയപ്പോൾ രണ്ടു പറവകൾക്കും ഒരു ഉണങ്ങിയ മരം കണ്ടു. റാണി ചേച്ചി, മരങ്ങൾ വെട്ടുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് നല്ല കട്ടിയുള്ള മരക്കട്ടകൾ. മീനു, എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ എങ്ങനെയാ നന്ദി പറയാ? എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത് മറക്കില്ല. അങ്ങനെ മീനുക്കുരുവി മരത്തിന് മുകളിൽ കയറി മരം വെട്ടാൻ തുടങ്ങി. അങ്ങനെ മീനുക്കുരുവി ആ മരത്തിലെ ഓരോരോ മരക്കട്ടകളും വെട്ടാൻ തുടങ്ങി. കുറച്ചു സമയത്തിൽ തന്നെ രണ്ട് പറവകളും ഒരു നല്ല പുല്ലുള്ള സ്ഥലം നോക്കി. ഞാന് വീടിന്റെ മേൽക്കൂരകൾ മരക്കൊട്ടകൾ കൊണ്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ കുറെ ഇടകൾ വരും. ആ ഇടകളൊക്കെ നിരത്താൻ വേണ്ടിയാ നമ്മള് ഈ ഇവിടെ നിന്നും പുല്ലുകൾ എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മീനുക്കുരുവും റാണിക്കാക്കയും വീട് കെട്ടാൻ തുടങ്ങി. മീനുകുട്ടി വളരെ കഷ്ടപ്പെട്ട് ആ ഒരു വീട് നല്ല രൂപത്തിൽ വളരെ വേഗം പണിതു. റാണി ചേച്ചി, ഇത് നിങ്ങളുടെ വീട് റെഡി ആയിട്ടുണ്ട്. ഈ വീട്ടിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിയണം ട്ടോ. ഈ വീട്ടിനുള്ളില് ഇനി മഴയെ കുറിച്ച് നിങ്ങൾക്ക് പേടിക്കേണ്ട, ഈ വീട് ഇടിയുമെന്നും പേടിക്കേണ്ട. അങ്ങനെ സംസാരിച്ച് റാണിക്കാക്ക വളരെ സന്തോഷത്തോടെ തന്റെ പയ്യൻ രാജുവിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അതേസമയം കാലുകാക്ക ഒരു പേടിയുമില്ലാതെ കാട്ടിൽ തന്റെ
കൂട്ടുകാരന്റെ കൂടെ വളരെ സന്തോഷമായി ചുറ്റിത്തിരിഞ്ഞു. കാലുകാക്കയുടെ കൂട്ടുകാരൻ ബബ്ലു കാക്ക വളരെ മോശമായ ആളാണ്. അവൻ എപ്പോഴും കാലുകാക്കക്ക് മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ചങ്ങാതി കാലു, നിന്റെ ഭാര്യ കാട്ടിലൊരു പുതിയ വീട് കെട്ടെന്ന് കേട്ടു. ആഹാ അതേടാ, അവളെ എന്നെ വിട്ട് പിരിഞ്ഞു പോയി. എന്റെ പൊളിഞ്ഞ വീട്ടിൽ ഞാനിപ്പം വളരെ സന്തോഷിട്ടായിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒന്നും പേടിക്കണ്ട. ശരി ശരി, വാ നമുക്ക് അരുവിക്കരയിൽ പോവാം. അവിടെ നിറയെ പൂമ്പാറ്റകളുണ്ട്. നമുക്ക് അതിനൊക്കെ ശല്യപ്പെടുത്തി ഇന്ന് സന്തോഷിക്കാം. അതും പറഞ്ഞ് കാലുകാക്കയും ബബ്ലു കാക്കയും നദിക്കര നോക്കി പറന്നുപോയി. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞു പോയി. ഒരു ദിവസം കാട്ടിൽ വീണ്ടും ശക്തമായ കാറ്റും മഴയും പെയ്യാൻ തുടങ്ങി. കാലുകാക്ക തന്റെ പൊളിഞ്ഞ വീട്ടിൽ വളരെ സന്തോഷത്തോടെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് കാലുകാക്കയുടെ വീടിന്റെ മേൽക്കൂരയിലെ ഓരോന്നും ഇളകി താഴെ വീണു. പേടിച്ചു പോയ കാലുകാക്ക തന്റെ വീട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കാലുകാക്കയുടെ വീട് മൊത്തമായി പൊളിഞ്ഞു വീണു. അയ്യോ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ, പേടിയാവുന്നല്ലോ. അതും പറഞ്ഞ് കാലുകാക്ക തന്റെ കൂട്ടുകാരൻ ബബ്ലുവിന്റെ വീടും നോക്കി പറന്നുപോയി. ചങ്ങാതി ബബ്ലു, നീ വീട്ടിലുണ്ടോ? വീടിന്റെ കടക് തുറക്കാ, ഞാൻ ആ കാലുവാ വന്നിട്ടുള്ളേ. ഉടനെ ബബ്ലു കാക്ക കഥകും തുറന്ന് പുറത്തേക്ക് വന്നു. എന്താ കാലു, ഈ നേരത്തെ എന്താ നീ ഇവിടെ വന്നേ? മഴ നല്ലോണം പെയ്യുന്നുണ്ടല്ലോ. ചങ്ങാതി ബബ്ലു, എന്റെ വീടിന്റെ മേൽക്കൂര ഒഴിഞ്ഞു പോയി. എനിക്ക് എങ്ങോട്ട് പോണെന്നേ അറിയില്ല. അതാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. ഡാ കാലു, എന്റെ വീട് വളരെ ചെറുതാ. എന്റെ വീടിനകത്ത് നിന്നൊന്നും കയറ്റാൻ പറ്റില്ല. ചങ്ങാതി, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? നീയല്ലേ പറഞ്ഞത് പുതിയ വീടൊന്നും കെട്ടണ്ട, ആ പൊളിഞ്ഞ വീട് കുറെ ദിവസം നിൽക്കുമ്പോഴൊക്കെ നീയല്ലേ പറഞ്ഞത്? ഡാ, നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്തത് എന്താ? എനിക്ക് നിന്നെ ഒന്നും കേട്ടാൻ പറ്റിയില്ല. നീ വേറെ ആരുടെങ്കിലും വീട്ടിൽ പോയിക്കോ. അതും പറഞ്ഞ് ബബ്ലു കാക്ക വീടിനകത്ത് പോയി കഥകടച്ചു. ആ സമയത്താണ് കാലുകാക്കക്ക് തന്റെ കൂട്ടുകാരന്റെ യഥാർത്ഥ മുഖം മനസ്സിലായത്. ഉടനെ കാലുകാക്ക വളരെ സങ്കടത്തോടെ മീനുക്കുരുവിയുടെ വീട്ടിലേക്ക് പറന്നുപോയി. തെറ്റായ കൂട്ടുകാരന്റെ വാക്കുകൾ കേട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെടുന്നു. ഞാൻ ഇപ്പോൾ തിരിച്ചു നല്ലവനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീ പറഞ്ഞാൽ റാണി ഉറപ്പായും കേൾക്കും. നീ ദയവ് ചെയ്ത് റാണിയുടെ വീട്ടിലേക്ക് എന്നെയും കൂട്ടി കൊണ്ടുപോകും. ഇപ്പോഴെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. മോശം കൂട്ടുകെട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല. ഇനിയെങ്കിലും നിങ്ങളെ തെറ്റിൽ നിന്നും മാറി നല്ല ജീവിതം ജീവിക്കൂ. അതും പറഞ്ഞ് മീൻകുരുവി കാലുകാക്കയും കൂട്ടി റാണിക്കാക്കയുടെ വീട് നോക്കി പറന്നുപോയി. റാണിക്കാക്കയോട് മീനുകുരുവി നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. റാണി ചേച്ചി, കാലു ചേട്ടന് ഒന്ന് മാപ്പ് കൊടുക്ക്. ഇനി ഒരിക്കലും അയാള് തെറ്റിലേക്ക് പോകില്ല. അതെ അതെ, എന്നോട് ക്ഷമിക്കണം. ഇനിയും എന്റെ കുഞ്ഞിനെയും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇനി ഒരിക്കലും ഞാൻ നീ പറയുന്നത് കേൾക്കാതിരിക്കില്ല. കാലു, നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി വളരെ സന്തോഷിക്കുന്നു. നമ്മളെല്ലാവരും ഇനി ഈ വീട്ടിൽ സന്തോഷമായി കഴിയാം. അതും പറഞ്ഞ് ആ കാക്ക കുടുംബം വീണ്ടും പഴയതുപോലെയായി. അങ്ങനെ ആ മഴക്കാലം വളരെ സന്തോഷമായി കഴിഞ്ഞു.